ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത് റെഡ്മി പാഡ് പ്രോ 5G ആണ്. ഈ ഒരു ടാബ്ലറ്റ്, അതായത് ഷവോമി അവരുടെ ടാബ്ലറ്റ് സീരീസിലെ ഏറ്റവും പുതിയതായിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു ടാബ്ലറ്റ് ആണ് ഈ ഒരു റെഡ്മി പാഡ് പ്രോ 5G. വെൽക്കം ടു ബി ഹാപ്പി, ഇറ്റ്സ് മീ ആൽഫിൻ. ഞാൻ ഏറ്റവും ആദ്യമേ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, ഈ ഒരു വീഡിയോ ഷവോമിയോ റെഡ്മിയോ ഒന്നും സ്പോൺസർ ചെയ്തിരിക്കുന്നതല്ല. ഈ ഒരു ടാബ്ലറ്റ് എനിക്ക് അവരുടെ മീഡിയ കിറ്റിലൂടെ ലഭിച്ച ഒരു ടാബ്ലറ്റും അല്ല, നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയ ഒരു ടാബ്ലറ്റ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രാവശ്യത്തെയും പോലെ നിങ്ങൾക്ക് എൻ്റെ ഭാഗത്തു നിന്നും ഒരു കംപ്ലീറ്റ്ലി ഹോണസ്റ്റ് റിവ്യൂ ഈ ഒരു ടാബ്ലറ്റിൻ്റെ കാര്യത്തിലും പ്രതീക്ഷിക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു ടാബ്ലറ്റ് അറൗണ്ട് 1 വീക്ക് യൂസ് ചെയ്തു. എനിക്ക് ഇതിൻ്റെ കുറേ മോശം ഭാഗം എനിക്ക് തോന്നി, അതേപോലെ തന്നെ നല്ല കുറേ കാര്യങ്ങളും തോന്നി. അപ്പം എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾക്ക് ഏറ്റവും ആദ്യമേ തന്നെ ഈ ഒരു ടാബ്ലറ്റിൻ്റെ പ്രൈസിങ്ങിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞാൻ ഈ ഒരു ടാബ് വാങ്ങിച്ചിരിക്കുന്നത് ഷവോമിയുടെ വെബ്സൈറ്റിൽ നിന്നുമാണ്. ഞാൻ ഏറ്റവും ആദ്യമേ തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ഞാൻ ഏറ്റവും ആദ്യമേ പ്ലാൻ ചെയ്തത് ഈ ഒരു ടാബ് ഇവിടെ നിന്ന് വാങ്ങിയിട്ട് കവറ് ആമസോണിൽ നിന്നല്ലോ വാങ്ങുവാനായിട്ടായിരുന്നു എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയത് 8-ാം തീയതി ഓഗസ്റ്റ് ആണ്. 15-ാം തീയതി ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് തന്നെ നിരവധി ഓഫറുകൾ ഷവോമിയുടെ വെബ്സൈറ്റിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തൊന്നായിരുന്നു നമുക്ക് 1000 രൂപയുടെ ഒരു കൂപ്പൺ കോഡ്. അപ്പം ഞാൻ ഈ ഒരു ഷവോമിയുടെ ടാബ്ലറ്റ് മാത്രം നമ്മൾ വാങ്ങിച്ചിട്ട് ഈ ഒരു കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യാൻ നോക്കിയപ്പം നമുക്ക് ആ ഒരു കൂപ്പൺ കോഡ് വർക്ക് ചെയ്തിട്ടില്ലായിരുന്നു. ബണ്ടിലായിട്ട് വാങ്ങിച്ചാലേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഏറ്റവും ബേസ് ആയിട്ട് വരുന്ന ബണ്ടിൽ, അതായത് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു ടാബ്ലറ്റ് എന്ന് പറയുന്നത് 8GB 256GB വേരിയൻ്റ് ആണ്. ടാബ്ലറ്റിലെ ഏറ്റവും ഹൈ വേരിയൻ്റ് ആണ്, ഏറ്റവും ഹൈ മോഡലാണ് ഈ ഒരു വേരിയൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ കവറിൻ്റെ കാര്യത്തിലോട്ട് വന്നപ്പോഴത്തേനും ഇവിടെ 1500 രൂപയാണ്. ഷവോമിയുടെ വെബ്സൈറ്റിൽ കവറിൻ്റെ പ്രൈസ് വരുന്നത് 1500 രൂപയാണ്. എന്നാൽ ആമസോണിലൊക്കെ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 700-800 രൂപയ്ക്കൊക്കെ നല്ല പ്രോഡക്ട്സ് അല്ലെങ്കിൽ നല്ല കവർ നമുക്ക് ആമസോണിലൊക്കെ കിട്ടും. നമുക്ക് ഈ ഒരു ടാബ്ലറ്റും ഇതിൻ്റെ കവറും കൂടെയും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 28,500 പ്രൈസ് വരാൻ പോകുന്നത്. അതിൻ്റെ കൂടെ ഈ ഒരു ടാബ്ലറ്റിൻ്റെ, അതായത് ഈ ഒരു ഇൻഡിപെൻഡൻസ് ഡേ ഓഫറും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 27,500 കിട്ടും. അപ്പം ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 8GB 256GB വേരിയൻറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 27,000 രൂപയാണ്. പിന്നെ ഈ ഒരു കവറിൻ്റെ പ്രൈസ് ഷവോമിയുടെ വെബ്സൈറ്റിൽ 1500 27,000 1500 എന്ന് പറയുന്നത് 28,500. അപ്പം നമുക്ക് അതിൻ്റെ കൂടെ ഒരു 1000 രൂപ ഡിസ്കൗണ്ട് കിട്ടിയപ്പം 27,500. പിന്നെ നമ്മൾ ചെക്കൗട്ടിലോട്ട് വന്നപ്പോഴത്തേനും നമ്മൾ 2000 രൂപയുടെ ഒരു HDFC ബാങ്ക് ഓഫറും കൂടെയും കിട്ടിയപ്പോഴത്തേനും നമുക്ക് 25,500 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു ടാബ്ലറ്റും അതേപോലെ തന്നെ ഈ ഒരു കവറും കൂടെയും കിട്ടി. സോ നമുക്ക് ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ കവർ ഫ്രീ ആയിട്ട് കിട്ടിയെന്നുള്ള ഒരു രീതിയിൽ പറയാം. അപ്പം അത്രയും ഓഫർ നമുക്ക് കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഷവോമിയുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ എടുക്കാനുള്ള കാരണം. ഞാൻ ആമസോണിൽ നോക്കി, ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിയിട്ട് ഏറ്റവും പ്രൈസ് കുറച്ച് നമുക്ക് കിട്ടിയത് ഷവോമിയുടെ വെബ്സൈറ്റിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഷവോമിയുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ എടുത്തത്. ഇനി ബാക്കിയുള്ള വേരിയൻ്റെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6GB 128GB സ്റ്റോറേജ് വരുമ്പം 22,000 രൂപ വരും. ഇനി 8GB 128GB സ്റ്റോറേജ് വരുമ്പം 25,000 രൂപയാണ് വരുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു റെഡ്മി പാഡ് പ്രോ 5Gയുടെ പ്രൈസിങ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് 2 കളറിൽ അവൈലബിൾ ആണ്, ക്വിക്ക് സിൽവറും ഗ്രാഫൈറ്റ് ഗ്രേയും. ഞാൻ എടുത്തിരിക്കുന്നത് ക്വിക്ക് സിൽവർ എന്ന് പറഞ്ഞ ഒരു വെള്ള കളറാണ്. നമുക്ക് ഗ്രാഫൈറ്റ് ഗ്രേ എന്ന് പറഞ്ഞ വേറൊരു കളറും നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു ടാബ്ലറ്റിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യത്തിലേക്ക് നമുക്കിനി വരാം. ഈ ഒരു ടാബ്ലറ്റിൻ്റെ ഏറ്റവും പോസിറ്റീവും നെഗറ്റീവും എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ തന്നെയാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് വരുന്നത് 12.1 ഇഞ്ച് ആണ്. ഡയഗണൽ വരുമ്പം നമുക്ക് 12.1 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു ടാബ്ലറ്റിൽ വരുന്നത്, വിത്ത് 2.5K റെസൊല്യൂഷൻ. ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് വരുമ്പോൾ 120 ഹെർട്സിൻ്റെ അഡാപ്റ്റീവ് സിങ്ക് റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. അഡാപ്റ്റീവ് സിങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 30, 48, 50, 60, 90, 120 ഹെർട്സ്. നമുക്ക് അതായത് ഗെയിമിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാറി, സാധാ എൻ്റർടൈൻമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വേണ്ട ആ ഒരു
അഡാപ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു റിഫ്രഷറേറ്റിനെയാണ് അഡാപ്റ്റീവ് സിങ്ക് റിഫ്രഷറേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. 120 ഹെർട്സ് ആണ് നമുക്ക് ഇതിൻ്റെ മാക്സിമം വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് നമ്മൾക്ക് മാക്സിമം വരുന്നത്. ഡോൾബി വിഷൻ്റെ സപ്പോർട്ട് നമുക്ക് ഈ ഒരു ടാബ്ലറ്റിൽ വരുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ TUV റെയിൻലാൻഡിൻ്റെ കുറച്ച് സർട്ടിഫിക്കേഷൻസ് ആണ്. അതിനകത്ത് ഏറ്റവും ആദ്യത്തേത് ലോ ബ്ലൂ ലൈറ്റ് സർട്ടിഫൈഡ് ആണ്. നമ്മുടെ കണ്ണുകൾക്കൊക്കെ നല്ലതാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു സർട്ടിഫിക്കേഷനാണ് ലോ ബ്ലൂ ലൈറ്റ് സർട്ടിഫിക്കേഷൻ. പിന്നെ അടുത്തത് ഫ്ലിക്കർ ഫ്രീ സർട്ടിഫൈഡ് ആണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ടാബ്ലറ്റ് എന്ന് പറയുന്നത് സിക്കേഡിയൻ ഫ്രണ്ട്ലി സർട്ടിഫൈഡ് ആണെന്നുള്ളതാണ്. സിക്കേഡിയൻ ഫ്രണ്ട്ലി സർട്ടിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയിൽ സിക്കേഡിയൻ റിതം എന്ന് പറയുന്ന ഒരു ഇന്റേണൽ പ്രോസസ്സ് ഉണ്ട്. ഈ ഒരു കാരണം കൊണ്ടാണ്, അതായത് ഈ ഒരു സിക്കേഡിയൻ റിതം കാരണമാണ് നമുക്ക് ഡേ ടൈമിൽ ഉണർന്നിരിക്കാനും രാത്രി നമുക്ക് ഉറക്കം വരുന്നതും ഒക്കെ. ഈ ഒരു സിക്കേഡിയൻ റിതം നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെയും നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെയും അതേപോലെ തന്നെ നിരവധി ഹോർമോൺ പ്രൊഡക്ഷനെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഇന്റേണൽ പ്രോസസ്സാണ് ഈ ഒരു സിക്കേഡിയൻ റിതം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹെൽത്തിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിക്കേഡിയൻ ഫ്രണ്ട്ലി സർട്ടിഫൈഡ് ഉള്ളത് എന്തുകൊണ്ടും നല്ലതാണ്. പക്ഷേ ഈ ഒരു ഡിസ്പ്ലേയുടെ കുറവ് എവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തേത് ഇതിൻ്റെ മെറ്റീരിയലാണ്. LCD ഡിസ്പ്ലേ ആണ് നമുക്ക് വരുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ടാബ്ലറ്റ് 5G ടാബ്ലറ്റ് ആണ്. 5G ടാബ്ലറ്റ് എന്ന് പറയുമ്പം ഈ ഒരു റെഡ്മി പാഡ് പ്രോ അവർ മാർക്കറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ കൂടെ കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു ടാബ്ലറ്റ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇത്രയും വലിയൊരു സൈസ് വരുന്നത് കൊണ്ട് തന്നെ ഞാൻ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി നോക്കി. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് പാടാണ്. നമുക്ക് 5G ഒക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ടൊക്കെ കുറച്ച് പാടാണ്. പക്ഷേ സിനിമ ഒക്കെ കാണുമ്പോൾ, അതായത് എൻ്റർടൈൻമെൻറ്റിൻ്റെ കാര്യത്തിലോട്ടൊക്കെ വരുമ്പം നമുക്ക് നല്ലതായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിലും ബാക്കി ഇഷ്യൂ ഒന്നുമില്ല. നമുക്ക് സ്റ്റൈലസ് സപ്പോർട്ടും ഒക്കെയുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഇത്. നമുക്കിതിൻ്റെ പെൻ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് നമ്മുടെ നോട്ട്ബുക്കിലൊക്കെ എഴുതുന്നത് പോലെ നമുക്ക് ഇതിലും എഴുതാനായിട്ട് സാധിക്കും. ഇതിൻ്റെ സ്റ്റൈലസ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റൈലസിന് ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് 4000 രൂപയാണ്. ഈ ഒരു ടാബ്ലറ്റിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രോസറിൻ്റെ കാര്യത്തിലേക്ക് നമ്മൾക്കിനി വരാം. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ 7S Gen 2 എന്ന് പറയുന്ന ഒരു 4 നാനോമീറ്റർ ടെക്നോളജിയുള്ള ഒരു പ്രോസറാണ്. ഈ ഒരു ടാബ്ലറ്റിൽ ഈ ഒരു പ്രോസർ യൂസ് ചെയ്തപ്പം എനിക്ക് രണ്ടാമത്തെ ദിവസം തന്നെ മൾട്ടി ടാസ്കിങ് ചെയ്യുമ്പം, അതായത് നിരവധി ആപ്സ് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു സ്പ്ലിറ്റ് വ്യൂ ഒക്കെ യൂസ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പം കുറേ ആപ്സൊക്കെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ റൺ ചെയ്യുമ്പം കുറച്ച് ലാഗ് വരുന്നതായിട്ട് എനിക്ക് തോന്നി. ഞാൻ ഗെയിമിങ് ചെറുതായിട്ട് ടെസ്റ്റ് ചെയ്തോളൂ. ഞാൻ ഗെയിമിങ്ങിൻ്റെ വലിയ ആളല്ല. അപ്പം ടെസ്റ്റ് ചെയ്തപ്പോഴും എനിക്ക് ഒരു ചെറിയ ലാഗ് എനിക്ക് തോന്നി ഈ ഒരു പ്രോസസ്സർ വന്നപ്പോൾ. അതായത് എനിക്കെന്തോ ഈ ഒരു പ്രോസസ്സർ ഈ ഒരു ടാബ്ലറ്റിന് ഒപ്റ്റിമൈസ് ചെയ്യാത്തൊരു ഫീല് എനിക്ക് തോന്നി. അപ്പം അതാണ് എനിക്ക് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത്. പക്ഷേ സിനിമ കാര്യങ്ങൾ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഫാസ്റ്റാണ്, ഗുഡാണ്. കാരണം അതുപോലത്തെ കാര്യങ്ങളിനകത്തൊക്കെ വന്നപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു ലാഗും കാര്യങ്ങളും ഒന്നും തോന്നിയില്ല. ഞാൻ കുറച്ച് ടെസ്റ്റൊക്കെ റൺ ചെയ്തു. അതിൻ്റെ ആ ഒരു റിസൾട്ടും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു ടാബ്ലറ്റിൻ്റെ ഓഡിയോയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് 4 സ്പീക്കറാണ് ഉള്ളത്. അതേപോലെ തന്നെ 2 മൈക്രോഫോണും ഉണ്ട്. ഹൈറസ് ഓഡിയോയും അതേപോലെ തന്നെ ഡോൾബി അറ്റ്മോസിൻ്റെ സപ്പോർട്ടും നമുക്ക് ഈ ഒരു ടാബ്ലറ്റിൽ വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യമുള്ളത് 3.5 mm ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട് എന്നുള്ളതാണ്. സാധാരണ ഇപ്പോഴത്തെ ടാബ്ലറ്റുകളിനകത്തൊന്നും ഇത് കാണാറില്ല, മൊബൈലിനകത്തൊന്നും ഇപ്പോൾ കാണാറില്ല. എല്ലാം നമുക്ക് ബ്ലൂടൂത്തിൻ്റെ വയർലെസ് ഉള്ളതുകൊണ്ട്, ട്രൂ വയർലെസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇയർഫോൺ ആണ് ഉപയോഗിക്കുന്നത്. ബ്ലൂടൂത്ത് വഴിയാണ് നമ്മൾ സാധാരണ കണക്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് 3.5 mm ഹെഡ്ഫോൺ ജാക്കും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഓഡിയോയുടെ കാര്യം എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡോൾബി അറ്റ്മോസിൻ്റെ ഒക്കെ കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട് നമ്മുടെ ഓഡിയോ, അതായത് സ്പീക്കറൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ളത്. അതൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് വലിയൊരു എഫക്റ്റ് ഒന്നും ഫീൽ ചെയ്തില്ല. ഒരു ഡോൾബി അറ്റ്മോസിൻ്റെ ആ ഒരു എഫക്റ്റ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഞാൻ ഐപാഡ് യൂസ് ചെയ്ത ടൈമിൽ നമുക്കത് കറക്റ്റ് ഫീൽ ചെയ്യും. അതായത് ആ ഒരു വീഡിയോക്കകത്ത് കറക്റ്റ് ബാക്കിലൊക്കെ നമുക്ക് ഇങ്ങനെ ബാസ്കറ്റ് ബോൾ കളിക്കുന്നതിൻ്റെ ഓഡിയോയും ട്രെയിൻ വരുന്നതിൻ്റെ ഓഡിയോയും എല്ലാം നമുക്ക് കറക്റ്റ് ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് ഐപാഡൊക്കെ യൂസ് ചെയ്തപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് ഫീൽ ചെയ്തു. അത് ടോപ്പ് നോച്ച് എന്ന് വേണേൽ പറയാം. പക്ഷേ ഇന്ന് എനിക്ക് അങ്ങനത്തെ ഒരു വലിയൊരു എഫക്റ്റ് ഒന്നും ഫീൽ ചെയ്യില്ല. ചെറുതായിട്ട് എവിടെയോ ഒരു ഫീൽ, അത്രയേ ഉള്ളൂ. അല്ലാതെ അടിപൊളി സ്പീക്കർ എന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ ഒരു സിനിമയൊക്കെ കാണുമ്പോഴോ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ഒക്കെ കാണുമ്പം ആവശ്യത്തിന് വേണ്ട സൗണ്ടൊക്കെ നമുക്ക് ഈ ഒരു ഡിവൈസിനകത്ത് ഉണ്ട്. നമ്മൾക്കിനി അടുത്തത് ഈ ഒരു ഡിവൈസിൻ്റെ ക്യാമറയുടെ കാര്യത്തിലേക്ക് വരാം. ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം 180p 30 fps ഞാൻ വേറൊരു കാര്യം പറഞ്ഞോളട്ടെ, ഫ്രണ്ട് ക്യാമറ നല്ല ക്യാമറയാണ്, ബാക്ക് ക്യാമറയ്ക്ക് വലിയൊരു ക്വാളിറ്റി ഇല്ല. നമുക്ക് ഫ്രണ്ട് ക്യാമറയാണ് മെയിൻലി ഇതുപോലത്തെ ടാബ്ലറ്റ്സിനകത്തൊക്കെ യൂസ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ മീറ്റിംഗ് ഒക്കെ കൂടാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫ്രണ്ട് ക്യാമറയാണ്. അതുകൊണ്ട് ഫ്രണ്ട് ക്യാമറയ്ക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന് എനിക്ക് തോന്നുന്നു. അതുമാത്രമല്ല, ഇത്രയും വലിയൊരു ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ക്യാമറ ആയിട്ട് നമ്മൾ എങ്ങോട്ടെങ്കിലും ട്രാവലൊക്കെ ചെയ്യുമ്പം ഉപയോഗിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം വലിയൊരു ഡിസ്പ്ലേ ആണ്, ക്യാരി ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പം ബാക്ക് ക്യാമറയ്ക്ക് പക്ഷേ ക്വാളിറ്റി വളരെ കുറവാണ്. അപ്പം ഇതിൻ്റെ ബാക്ക് ക്യാമറയുടെ ക്വാളിറ്റി കുറവാണ്, അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ കാണിക്കാം. ഫ്രണ്ട് ക്യാമറയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള പോലെ തന്നെ എനിക്ക് തോന്നി. വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുമ്പോഴും എല്ലാം നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. ആൻഡ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സെൽഫി മോഡിൽ നമ്മൾ നമ്മുടെ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പം നമുക്ക് ടെലിപ്രോംപ്റ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് ഈ ഒരു ഡിവൈസിൽ വരുന്നുണ്ട്. എന്താണ് ഈ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ഡിവൈസിനകത്ത്, അതായത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മുടെ ഫ്രണ്ടിൽ സ്ക്രിപ്റ്റ് പോകുന്ന പരിപാടി. നമ്മൾ വാർത്താ ചാനലുകളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ വായിക്കുന്നത് കാണാപ്പാഠം പഠിച്ചിട്ട് വായിക്കുകയല്ല. അവർക്ക് അവിടെ ടെലിപ്രോംപ്റ്റർ എന്ന് പറഞ്ഞ ഒരു ഡിവൈസ് അവിടെയുണ്ട്. അതിനകത്ത് അവരുടെ കയ്യിലിരിക്കുന്ന റിമോട്ട് ഉപയോഗിച്ച് അവർ അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് ടെലിപ്രോംപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കറക്റ്റ് സ്ക്രോൾ സ്പീഡ് കൊടുക്കുന്നു, അതിനനുസരിച്ച് ഇങ്ങനെ സ്ക്രിപ്റ്റ് പോയിക്കൊണ്ടേയിരിക്കും. അപ്പം നമുക്ക് വേറൊരു ബുക്കിൽ നോക്കി വായിക്കേണ്ട ഒരു ആവശ്യമൊന്നും വരുന്നില്ല. നമുക്ക് നമ്മുടെ ഡിസ്പ്ലേയിൽ ആ ഒരു ടെലിപ്രോംപ്റ്റർ അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ള സ്ക്രിപ്റ്റ് വരികയും നമുക്ക് സിമ്പിളായിട്ട് പറയാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പം അതെനിക്ക് നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി. ഞാൻ നോക്കിയിട്ട് ആരും അതുപോലത്തെ ഫീച്ചറൊന്നും കാണിക്കുന്നില്ല. പിന്നെ എനിക്ക് വേറൊരു ഫീച്ചർ തോന്നുന്നത്, ഇത് ക്യാമറയ്ക്കകത്തെ ഫീച്ചറല്ല, വേറൊരു ഫീച്ചർ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ഈ ഒരു ഡിസ്പ്ലേ വരുന്നത് 12 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. നമ്മുടെ കൈയൊന്നും നടുക്ക് വരെയൊന്നും എത്തത്തില്ല. ലാൻഡ്സ്കേപ്പ് മോഡിലൊക്കെ പിടിക്കുമ്പം നമ്മുടെ കൈ നടുക്ക് വരെയൊന്നും നമുക്ക് ഒറ്റയടിക്ക് എത്തത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സൈഡിൽ നിന്ന്, അതായത് ലോക്ക് സ്ക്രീനിൽ നിന്ന് നമ്മൾ അൺലോക്ക് ചെയ്യാനായിട്ട്, നമ്മുടെ ഡിവൈസ് അൺലോക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഏത് ഭാഗത്ത് നിന്ന് കൊടുത്താലും, റൈറ്റിൽ നിന്ന് കൊടുത്താലോ സെൻറ്ററിൽ നിന്ന് കൊടുത്താലോ ലെഫ്റ്റിൽ നിന്ന് കൊടുത്താലോ നമുക്ക് അൺലോക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വരും. അപ്പം അതെനിക്ക് നല്ലതായിട്ട് തോന്നി. കാരണം ലെഫ്റ്റ് ഹാൻഡേഴ്സിനും റൈറ്റ് ഹാൻഡേഴ്സിനും എല്ലാം നമ്മൾക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, പെട്ടെന്ന് അൺലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഡിവൈസിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നില്ല. ഞാൻ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ പേർക്ക് മൊബൈലിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസേഴ്സ് വരുമ്പോഴത്തേനും അവർക്ക് വളരെ ഫാസ്റ്റായിട്ട് ഡിവൈസ് അൺലോക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ആ ഒരു സംഭവം ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇതിനകത്ത് വരുന്നില്ല. ഓൺ സ്ക്രീനും വരുന്നില്ല, നമ്മുടെ ലോക്ക് ബട്ടണിലുള്ള ഫിംഗർ പ്രിൻറ്റ് സെൻസറും വരുന്നില്ല. നമുക്ക് ആകെ അവൈലബിൾ ആയിട്ടുള്ളത് പാറ്റേൺ ഓപ്ഷൻ ഉണ്ട്, നമ്പർ അടിച്ച് കയറാനുള്ള ഓപ്ഷൻ ഉണ്ട്, പിന്നെ ഫേസ് അൺലോക്കും നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ നല്ല വലിയ 2 ക്യാമറ ഒക്കെ കൊടുത്തിട്ടുണ്ട്.
പക്ഷേ അത്ര ഒരു എഫക്റ്റ് ഒക്കെ ഉണ്ടോയെന്ന് എനിക്ക് ഉള്ളതായിട്ട് എനിക്ക് ഒട്ടും തോന്നിയില്ല. ജസ്റ്റ് ഒരു എഫക്റ്റ് വെറുതെ ഷോയ്ക്ക് വേണ്ടിയുള്ളതുപോലെ എനിക്ക് തോന്നിയുള്ളൂ. പിന്നെ ടോർച്ചൊക്കെ ഇതിനകത്തുണ്ട്. രാത്രിയിൽ നടക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് ടോർച്ചുണ്ട്. നല്ല കാര്യമാണ്. ഞാൻ ഈ ഒരു ക്യാമറ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്ത വിഷ്വൽസ് ഞാൻ നിങ്ങൾക്കിപ്പം കാണിച്ചു തരാം. ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചും ബാക്ക് ക്യാമറ ഉപയോഗിച്ചും റെക്കോർഡ് ചെയ്ത റിസൾട്ട് കാണിച്ചു തരാം. ഇനി നിങ്ങൾ കേൾക്കാനായിട്ട് പോകുന്ന ഓഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഡിവൈസിൻ്റെ മൈക്രോഫോണിൽ നിന്നുള്ള ഓഡിയോ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് റെഡ്മി പാഡ് പ്രോ 5Gയുടെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് എടുത്തിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ എടുക്കുന്ന നേരത്ത് ഞാൻ വേറൊരു എക്സ്റ്റേണൽ മൈക്രോഫോണോ അല്ലെങ്കിൽ ഇയർബഡ്സോ ഒന്നും ഞാൻ കണക്ട് ചെയ്തിട്ടില്ല. ഈ ഒരു റെഡ്മി പാഡ് പ്രോ 5Gയുടെ മൈക്രോഫോണിൽ നിന്ന് ക്യാപ്ചർ ചെയ്യുന്ന ഓഡിയോ തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ വേറൊരു എഫക്ട്സും കാര്യങ്ങളും ഒന്നും ഞാൻ വേറെ പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. കംപ്ലീറ്റ്ലി റോ ഫുട്ടേജ് ആണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഈ ഒരു ഫ്രണ്ട് ക്യാമറയുടെ റിസൾട്ട് എന്ന് പറയുന്നത്. സോ ഞാനിപ്പോൾ ഇതാ ഇതിനകത്ത് ഗൂഗിൾ മീറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിതാ ഈ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്താൽ മേക്ക് യുവർ വീഡിയോ ഫുൾ സ്ക്രീൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഇതിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഞാനിവിടെ ഒറ്റയൊരു ലൈറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഞാൻ എന്താ ഈ ഒരു സ്റ്റുഡിയോയിൽ ഈ ഒരു ലൈറ്റ് ഞാൻ ഓൺ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മീറ്റിംഗ് കൂടുമ്പോൾ ഒരു ഇഷ്യൂ ഫീൽ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടാബിന് അല്ലെങ്കിൽ ഈ ഒരു റെഡ്മി പാഡ് പ്രോ 5Gക്ക് എന്താ ഇവിടെ ഈ ഒരു കവറിന് എന്താ ഈ ഒരു ഒറ്റൊരു ആംഗിൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനി വേറൊരു ആംഗിൾ അവൈലബിൾ ആയിട്ടുള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതാ ഇതുപോലെ എന്തെങ്കിലും എഴുതാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ആംഗിളിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ മീറ്റിംഗ് ഒക്കെ കൂടുമ്പോൾ നമുക്ക് ഈ ഒരു ആംഗിൾ നമ്മൾ ഉപയോഗിക്കാറില്ല. നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നെങ്കിൽ നമുക്ക് കൈ പിടിച്ചുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ചെയ്യാൻ പോകുന്നത് ഈ ഒരു രീതിയിൽ യൂസ് ചെയ്യുകയാണ്. പക്ഷേ ഈ ഒരു രീതിയിൽ യൂസ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ വീഡിയോ ഓൺ ചെയ്ത് കഴിയുമ്പം നമ്മുടെ ഈ ഒരു ഇത്രയും മുകളിലോട്ടുള്ള ഇത്രയും ഭാഗം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ലാപ്ടോപ്പിനകത്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതാ കുറച്ചുകൂടെ താഴോട്ട് കറക്റ്റ് നോക്കി വെച്ച് നമുക്ക് അലൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരുന്നു. എന്നാൽ നമുക്ക് ഇത് സ്ട്രെയിറ്റ് മുകളിലോട്ടാണ്, ബാക്കിയുള്ള ഭാഗം മുഴുവൻ മുകളിലേക്കാണ് പോയിരിക്കുന്നത്. നമുക്ക് ഈ ഒരു കവറിന് കുറച്ചുകൂടെ ആംഗിൾസ് ഉള്ള ഒരു രീതിയിൽ ക്രിയേറ്റ് ചെയ്യുമായിരുന്നുണ്ടെങ്കിലും, അതായത് ഇപ്പം ചില കവർ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് രീതിയിൽ വേണ്ട ഒരു രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ തന്നെ നിൽക്കും. അപ്പം മീറ്റിംഗ് ഒക്കെ കൂടുമ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് ഒരു കറക്റ്റ് ആംഗിൾ കിട്ടും. അപ്പം അതുപോലത്തെ ഏതെങ്കിലും കവർ ക്രിയേറ്റ് ചെയ്യുകയായിരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ലതായിരുന്നു ഇതിന്. അപ്പം ഇതാണ് എനിക്ക് മീറ്റിംഗ് കൂടുമ്പം എനിക്ക് ഒരു ഇഷ്യൂ തോന്നിയത്. പിന്നെ മീറ്റിംഗ് കൂടുമ്പം ഞാൻ എന്താ ഈ ഒരു ഫ്രണ്ട് ക്യാമറയാണ്, ഈ ഒരു ഭാഗത്താണ് ക്യാമറ വരുന്നത്, ഈ ഒരു ക്യാമറയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം അതിൽ നിന്നാണ് നമുക്ക് ഇങ്ങനെ ഈ ഒരു വീഡിയോ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ മൊബൈലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും നമ്മുടെ വീഡിയോ വരാനായിട്ട് പോകുന്നത്. ഈ ഒരു രീതിയിൽ മൊബൈലിനകത്ത് നോക്കുമ്പോൾ നല്ലൊരു ക്വാളിറ്റി തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വലിയ ഇഷ്യൂ ഒന്നും ഇല്ലാത്ത ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾക്ക് ഈ ഒരു ഡിവൈസിൻ്റെ ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരാം. ഈ ഒരു ഡിവൈസിന് 10000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന അഡാപ്റ്റർ എന്ന് പറയുന്നത് 33 വാട്ടിൻ്റെ ഒരു അഡാപ്റ്ററാണ്. ഇതിനകത്ത് ഇവരുടെ മാർക്കറ്റിംഗിൽ പറഞ്ഞിരിക്കുന്നത് 33+ ഡേയ്സ് സ്റ്റാൻഡ് ബൈ എന്നാണ്. അൾട്രാ ലോങ് 33+ ഡേയ്സ് സ്റ്റാൻഡ് ബൈ എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്. അത്ര ഒന്നും കിട്ടത്തില്ല. അതുമാത്രമല്ല ഈ ഒരു 10000 mAh ബാറ്ററി വരുമ്പോൾ, അതായത് വലിയ ബാറ്ററിയാണ്. അപ്പം ഇതിൻ്റെ കൂടെ അവർ കൊടുത്തിരിക്കുന്നത് 33 വാട്ടിൻ്റെ ഒരു അഡാപ്റ്ററാണ്. ഈ ഒരു അഡാപ്റ്റർ ഉപയോഗിച്ചും നമുക്ക് ഒരു 19% നിന്ന് 100% വരെ ആകാനായിട്ട് അറൗണ്ട് 3 hours 3.5 hours എടുക്കും. ഞാൻ പോക്കോ F5 യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു.
ആ ഒരു ഡിവൈസിൻ്റെ കൂടെ പോലും അതിന് 5000 mAh ബാറ്ററിയാണുള്ളത്, 5020 mAh ബാറ്ററിയാണ് ഉള്ളത്. അതായത് അതിൻ്റെ ഡബിൾ ബാറ്ററി, അതിൻ്റെ ഡബിളാണ് ഇതിനകത്തുള്ളത്. അതിൻ്റെ കൂടെ എനിക്ക് കിട്ടുന്നത് 67 വാട്ടിൻ്റെ ഒരു ചാർജറാണ് എനിക്ക് കിട്ടുന്നത്. ആ ഒരു ഡിവൈസിൻ്റെ പ്രൈസും അറൗണ്ട് 27,000 തന്നെയാണ്. ഈ ഒരു ഡിവൈസിൻ്റെ സെയിം പ്രൈസ് തന്നെയായിരുന്നു എനിക്കത് വാങ്ങിയപ്പോഴും. അതിൻ്റെ കൂടെ വരെ നമ്മൾക്ക് 67 വാട്ടിൻ്റെ ഒരു ചാർജർ കിട്ടുന്നുണ്ട്. നമുക്ക് ഈ ഒരു കാലത്തും 9 മിനിറ്റിനുള്ളിൽ മൊബൈൽ ചാർജ് ആകുന്നു, അല്ലെങ്കിൽ 20 മിനിറ്റിൽ ചാർജ് ആകുന്നു, 30 മിനിറ്റിൽ ചാർജ് ആകുന്നു. ആ ഒരു ടൈമിലാണ് നമുക്ക് 3 അവേഴ്സും ടൈമൊക്കെ എടുത്ത് ഇത് കംപ്ലീറ്റ് ചാർജ് ആകുന്നത്. അതുമാത്രമല്ല ഇവർ 33+ ഡേയ്സ് സ്റ്റാൻഡ് ബൈ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നുമില്ല. കാരണം നമ്മൾ ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും, അതായത് സിനിമ കാണാനായിട്ടായിക്കോട്ടെ, ഗെയിം ആയിക്കോട്ടെ, എല്ലാം യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു 3 ഡേയ്സ് 4 ഡേയ്സ് ഒക്കെ മാന്യമര്യാദയ്ക്ക് യൂസ് ചെയ്താൽ കിട്ടും. പക്ഷേ നമ്മൾ ഇൻറ്റൻസ് ആയിട്ട്, അതായത് തുടരെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലുതായിട്ട് കിട്ടത്തില്ല. നമുക്ക് ഒരു ദിവസം തന്നെ നമുക്ക് ചാർജ് മുഴുവൻ ഒരു ദിവസം 1.5 ദിവസമൊക്കെ നമുക്ക് നോക്കിയാൽ മതി. ഇനി അതുമാത്രമല്ല, ഗെയിമിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ചെറുതായിട്ട് ഗെയിം ചെയ്തോളൂ. പബ്ജിയും BGMI ഒന്നും ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പോയില്ല. പക്ഷേ വേറെ സാധാരണ ഗെയിംസൊക്കെ ഒന്ന് ഞാൻ ഡൗൺലോഡ് ചെയ്ത് നോക്കി. ഡിവൈസ് പെട്ടെന്ന് ചൂടാവുന്നുണ്ട്, പറയാതിരിക്കാൻ മേല. നമുക്ക് പുറകെ പിടിക്കാൻ പോലും പറ്റത്തില്ല, അതുപോലെ ചൂടാവുന്നുണ്ട്. ഞാൻ കവറിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഏറ്റവും ആദ്യമേ ഞാൻ നോക്കിയപ്പം ഞാൻ അറിഞ്ഞില്ല. പക്ഷെ ഞാൻ കവർ ഊരി നോക്കിയപ്പോഴത്തേനും ഭയങ്കര ചൂടായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ബാക്കിൽ പിടിച്ചു കഴിഞ്ഞാൽ പിടിക്കാൻ പോലും പറ്റത്തില്ല, അതുപോലെ ചൂടായിട്ടാണ് ഇരിക്കുന്നത്. പെട്ടെന്ന് ഭയങ്കര ഫാസ്റ്റായിട്ട് ചൂടാവുന്ന പോലെ എനിക്ക് തോന്നി. അപ്പം അതാണ് ഇതിൻ്റെ വേറൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ നമ്മൾക്ക് അടുത്ത കാര്യം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നാവിഗേഷനും കാര്യങ്ങളൊക്കെയാണ്. ഇത് 5G ആണ്, ഡിവൈസ് 5G ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സിം ഇടാനായിട്ട് സാധിക്കും, 5G സിം ഇടാനായിട്ട് സാധിക്കും. ഇതിൽ നമുക്ക് സിമ്മും SD കാർഡും ഇടാനായിട്ട് സാധിക്കും. SD കാർഡ് നമുക്ക് 1.5 TB വരെയുള്ള SD കാർഡ് നമുക്ക് ഇതിൽ ഇടാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാം. പിന്നെ ഈ സിം വരുമ്പോഴത്തേനും നമുക്ക് ഇതിനകത്ത് ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് വരുന്നത്. ഒന്നെങ്കിൽ നമ്മൾ സിമ്മും SD കാർഡും ഇടണം, അല്ലെങ്കിൽ 2 സിം ഇടണം. അതാണ് ഹൈബ്രിഡ് സ്ലോട്ട് വരുമ്പോഴത്തേനുള്ള അഡ്വാൻറ്റേജ്. 5G 4G എല്ലാം സപ്പോർട്ട് ചെയ്യും. അപ്പം ആ ഒരു സിം ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങോട്ടേലുമൊക്കെ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് GPS, അതായത് നമ്മുടെ ഗൂഗിൾ മാപ്സ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇതിനകത്ത് നാവിഗേഷൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേനും GPS, GLONASS, ബെയ്ഡു, അങ്ങനത്തെ കുറേ GPS ഓപ്പറേറ്റേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അതുമാത്രമല്ല ഇതിന് 5G സപ്പോർട്ടുണ്ട്. പിന്നെ വയർലെസ് നെറ്റ്വർക്കിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ, അതായത് വൈഫൈയുടെ ഒക്കെ കാര്യത്തിലോട്ട് വരുമ്പം Wi-Fi 6, Wi-Fi 5, Wi-Fi 4 എല്ലാം സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഈ ഒരു കാര്യം പറയുമ്പം നിങ്ങളൊന്ന് ഓർത്തുകൊള്ളുക, നമ്മുടെയൊക്കെ ഇവിടെ കുറേ പേര് കേരള വിഷനൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. ഈ ഒരു കേരള വിഷൻ്റെ മോഡൊക്കെ വരുമ്പം Wi-Fi 4 ആണ്. സാധാ മോഡൊക്കെ വരുമ്പോഴത്തേനും Wi-Fi 4 ടെക്നോളജി ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം ജിയോ എയർ ഫൈബർ ഒക്കെ വന്നപ്പം Wi-Fi 6ൻ്റെ സപ്പോർട്ടുണ്ട്. അപ്പം നിങ്ങളൊരു ഡിവൈസ് വാങ്ങിക്കുമ്പോൾ Wi-Fi 6ൻ്റെ സപ്പോർട്ട് ഉള്ളത് നല്ലതാണ്. പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുന്ന വൈഫൈക്ക് ആ ഒരു ടെക്നോളജി വേണം. അപ്പം ഞാനിപ്പം ജിയോ എയർ ഫൈബർ ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ജിയോ എയർ ഫൈബർ വന്നിരുന്നു. അപ്പം അതിനകത്തൊക്കെ Wi-Fi 6ൻ്റെ ടെക്നോളജി ഉണ്ട്. ജിയോ എയർ ഫൈബറിൻ്റെ ഒരു റിവ്യൂ അടുത്ത ദിവസം നമ്മളുടെ ചാനലിൽ വരും. അപ്പം അതിനകത്തൊക്കെ Wi-Fi 6 സപ്പോർട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ ഫാസ്റ്റും എഫിഷ്യൻറ്റും ഒക്കെയാണെന്നാണ് പറയുന്നത്. പിന്നെ 2.4 GHz 5 GHz ഈ ജിയോ എയർ ഫൈബറിനകത്ത് രണ്ടും ഡ്യുവൽ ബാൻഡ് ആണ്. 2.4 GHz 5 GHz സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ടാബ്ലറ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടിയത് തന്നെ യൂസ് ചെയ്യാനായിട്ടുള്ള സപ്പോർട്ട് പറ്റും. അപ്പം പിന്നെ മിറാകാസ്റ്റ് ഉണ്ട്. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളുമാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത് ഷവോമി ഹൈപ്രോസ് വിത്ത് Android 14 ആണ് വരുന്നത്. സാധാരണ ടാബ് ഉപയോഗിക്കുന്ന പോലെ തന്നെ, അല്ലാതെ വലിയ വ്യത്യാസമൊന്നും പറയാൻ ഇല്ല. അപ്പം ഇത്രയാണ് ഇതിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസറാണ്. കാരണം ഞാൻ ഗെയിം ചെറുതായിട്ടൊന്ന് കളിച്ച് നോക്കിയപ്പം ഭയങ്കര, അതായത് നമ്മുടെ ഈ ഒരു ഡിവൈസ് പെട്ടെന്ന് തന്നെ ചൂടാവുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് തോന്നിയിരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നല്ല നല്ല കുറച്ച് കാര്യങ്ങൾ തോന്നിയത്, ഇതിൻ്റെ നമ്മൾ അൺലോക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിലും റൈറ്റ് ഹാൻഡ് ആണെങ്കിലും എല്ലാം നമുക്ക് സിമ്പിളായിട്ട് അൺലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും.
പിന്നെ ഈ ഒരു ക്യാമറയ്ക്കകത്ത് പറഞ്ഞ ഈ ഒരു ടെലിപ്രോംപ്റ്ററിൻ്റെ കാര്യമൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം അവർ അത്രയും ഡീറ്റെയിലോട്ട് പോയി എന്ന് പറയുന്നതാണ്. ഇപ്പം ഈ ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഐഫോണിനകത്തൊക്കെ നമ്മൾ തേർഡ് പാർട്ടി ആപ്സ് യൂസ് ചെയ്താണ് നമ്മൾ ഈ ഒരു ടെലിപ്രോംപ്റ്റർ യൂസ് ചെയ്തത്. ആ ഒരു ഫീച്ചറാണ് ഇവർ ഷവോമി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതൊക്കെ നല്ല കാര്യമായിട്ട് തന്നെ എനിക്ക് തോന്നി. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങൾ, ഞാൻ ഏറ്റവും പറഞ്ഞ ഈ ഒരു പ്രോസറിൻ്റെ കാര്യം ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ബാക്ക് ക്യാമറയ്ക്ക് കുറച്ച് ക്വാളിറ്റി കുറവ് തോന്നി. പിന്നെ ഓഡിയോ വരുമ്പോഴത്തേനും സൗണ്ട് വരുന്ന ഓഡിയോയ്ക്ക് വലിയൊരു എഫക്റ്റ് ഇല്ല. ഇവർ ഡോൾബി അറ്റ്മോസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ ടെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് പ്രത്യേകിച്ച് വലിയൊരു എഫക്റ്റ് ഒന്നും ഫീൽ ചെയ്യില്ല. അതേസമയം നമ്മൾ ഒരു ഇയർബഡ്സോ അല്ലെങ്കിൽ TWSോ വല്ല യൂസ് ചെയ്താൽ നമുക്ക് ഇതിനേക്കാൾ നല്ല എഫക്റ്റ് ഉണ്ട്. പക്ഷെ ആ ഒരു എഫക്റ്റ് ഒന്നും നമുക്ക് ഈ ഒരു ടാബ്ലറ്റ് വെറുതെ വെച്ചാൽ നമുക്ക് കിട്ടുന്നില്ല. ഐപാഡൊക്കെ അതേസമയം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഓഡിയോ ക്വാളിറ്റി ആണുള്ളത്. നമുക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് പക്ക അത് ഫീൽ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ ഡോൾബി അറ്റ്മോസിൻ്റെ ഇതുപോലത്തെ ടെസ്റ്റൊക്കെ നോക്കിയാൽ മതി, നിങ്ങൾക്ക് അത് കിട്ടും. ആ വീഡിയോസൊക്കെ കിട്ടും. നിങ്ങൾ അത് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഓഡിയോയുടെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം ഇതൊക്കെയാണ് എനിക്ക് മെയിൻ കാര്യങ്ങൾ പറയാനുള്ളത്. നമുക്ക് പിന്നെ 5G വരുന്നുണ്ട്, അത് ഏറ്റവും അടിപൊളിയാണ്. ഞാൻ ഈ ഒരു ടാബ്ലറ്റ് വാല്യൂ ഫോർ മണി ആയിട്ട് വാങ്ങിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസിലും നമുക്ക് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ നല്ലൊരു ഒരെണ്ണം വരുന്നത്, അതായത് സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസറും അതേപോലെ തന്നെ 5Gയും എല്ലാം വരുന്നത് നമുക്ക് നേരത്തെ റിയൽമി പാഡ് എക്സ് ആയിരുന്നു. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടെ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു ഷവോമി പാഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയുമാണ് എനിക്ക് ഇതിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് പറയാനായിട്ടുള്ളത്. ബാക്കി എല്ലാം ഓക്കെ ആയിട്ട് തന്നെ എനിക്ക് തോന്നി. എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആഡ് ചെയ്യുക. See you in the next video. It's me, Alfin, signing out. Goodbye.